സിനിമാക്കാർ രാശിയില്ലാത്ത നടികളെന്ന് പറയില്ലേ, ആ കൂട്ടത്തിൽപ്പെട്ട ഒരു നടീനെ കുറിച്ച് നമ്മളൊന്ന് പറയാൻ പോണത്. സങ്കടം തോന്നും പറയാനായിട്ട്. നല്ല കഴിവുള്ള ഒരു നടിയാണ്, പക്ഷേ എന്ത് ചെയ്യാം, റോങ് ഡിസിഷൻ എടുത്തിട്ട് സിനിമാ ജീവിതം നശിപ്പിച്ച ഒരു നടീനെ കുറിച്ചാണ് പറയണത്. പളുങ്കിലെ നായിക ആരാണ്? രശ്മി ശർമ്മ. അതും ഫേമസ് ഡയറക്ടർ കൊണ്ടുവന്നതാണ്, ബ്ലസ്സി ആദ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇൻ്റർവ്യൂവിന് വന്നപ്പോഴാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ തന്മാത്രയിൽ നായികയായിട്ട് വിളിച്ചു, പക്ഷേ എന്തുകൊണ്ടോ അന്ന് ശരിയായില്ല. എന്നിട്ടാണ് അവനെ പളുങ്കിലെ നായികയായത്. അത് മമ്മൂട്ടിയുടെ ഭാര്യയായിട്ട് അഭിനയിച്ച സൂസമ്മ എന്ന ഒരു അതിഗംഭീര ക്യാരക്ടറാണ് ചെയ്തത്. അതോടുകൂടി ഈ നടി ഗംഭീരമായിട്ട് കയറി പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ പളുങ്ക് പരാജയമായി. ബ്ലസ്സിയുടെ പടമായിട്ട് പോലും പരാജയമായി. അത് കഴിഞ്ഞിട്ട് നഗരം എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചു, അതും പരാജയമായി. പിന്നെ കുറച്ച് സെക്സി ആയിട്ട് ആയുർരേഖ എന്ന് പറഞ്ഞൊരു പടത്തിൽ അഭിനയിച്ചു, അതിൽ മുകേഷാണ് നായകൻ, അതും പരാജയമായി. പിന്നെ സുരേഷ് ഗോപി ചിത്രം കിച്ചാമണി, ആ പടം രക്ഷപ്പെട്ട പടമാണ്, പക്ഷേ അതിൽ നായികയായിട്ട് രശ്മി ശർമ്മേനെ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ ആ കഥാപാത്രം തെറ്റി പിരിഞ്ഞ് പോയി. നമ്മൾ ലാസ്റ്റ് നവ്യ നായർ ആ കഥാപാത്രം ചെയ്തത്. പിന്നെ കേരള പോലീസ് എന്ന് പറഞ്ഞിട്ടൊരു പടം ചെയ്തു, അത് തകർന്ന് തരിപ്പണായി പോയി. അങ്ങനെ നിൽക്കുമ്പോൾ ദിലീപിൻ്റെ നായികയായിട്ട് റോമിയോ എന്ന പടത്തിൽ വിളിച്ചു, പക്ഷേ വേറൊരു പടത്തിൻ്റെ തിരക്കായ കാരണം, അതുപോലെ തന്നെ രാശിയില്ലാത്ത നടിയാണെന്ന് പറഞ്ഞിട്ട് ദിലീപിൻ്റെ പടം നഷ്ടപ്പെട്ടു. പിന്നെ ചിത്രശലഭങ്ങളിലെ വീട്, അതും പരാജയം തന്നെ. പിന്നെ ഭൂമി മലയാളം എന്ന് പറഞ്ഞൊരു പടത്തിൽ അഭിനയിച്ചു, അതും പരാജയം. പിന്നെ ശുദ്ധരിൽ ശുദ്ധം എന്ന് പറഞ്ഞിട്ട് നല്ലൊരു കഥാപാത്രമാണ്. ആ കഥാപാത്രത്തിൽ അഭിനയിച്ച് ഇന്ദ്രൻസണ് അതിൽ നായകൻ. അതിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വ്യക്തിപരമായുള്ളൊരു പ്രശ്നം വന്നതോട് കൂടിയിട്ട് തുടർന്ന് അഭിനയിക്കാൻ പറ്റിയില്ല. അപ്പോൾ സീരിയലിലെ പോലെ തന്നെ ആ കഥാപാത്രത്തിനെ കൊന്നു, ആ കഥാപാത്രം മാറി. അപ്പോൾ അങ്ങനെയും ഒരു